ആളെ മനസ്സിലായോ? ഇതാണ് മക്കളെ ചെടിക്കപ്പ, അതായത് സിലോൺ കപ്പ. ഇവൻ പല പേരുകൾ ഇങ്ങനെ അറിയപ്പെടുന്നുണ്ട്. ഞങ്ങളെ നാട്ടിൽ, അതായത് കണ്ണൂർ, ഇതിനെ ചെടിക്കപ്പ എന്നാ പറയുക. പേര് പോലെ തന്നെ മൂപ്പർ ഭയങ്കര ടേസ്റ്റാണ്. അധികം വേവൊന്നുമില്ല കേട്ടോ. പിന്നെ നമ്മളെപ്പോഴും കപ്പ കൃഷി ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ചുവട്ടിൽ ഒരിക്കലും മുള്ളു ചെടികളൊന്നും ഉണ്ടായിരിക്കാൻ പാടില്ല. പണ്ട് എൻ്റെ തുടക്കകാലത്ത് കൃഷിയിൽ ഞാനിങ്ങനെ കപ്പ നട്ടപ്പോൾ അതിൻ്റെ കൊണ്ടക്ക് ഒരുപാട് മുള്ളു ചെടികൾ ഉണ്ടായിരുന്നു. ഞാനതൊന്നും പറിച്ച് ചാടാനൊന്നും പോയില്ല. ഒടുക്കം കപ്പ വിളവെടുത്തപ്പോഴോ മരണക്കയപ്പ്. അതുപോലെ എടുത്ത് കളയുക ചെയ്തത്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ ഇത് ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരുപാട് മാലയൊക്കെ കെട്ടിയിട്ടുണ്ട് കുട്ടിക്കാലത്ത്. അന്നൊക്കെ ഇതുപോലെ നമുക്ക് കളിപ്പാട്ടങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇത് വെച്ചിട്ട് മാലയൊക്കെ കെട്ടിയിട്ട് പാടവരമ്പത്തൂടെ ഒരുപാട് ഓടിക്കളിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ 2 മാസമായിട്ടുള്ളൂ ഞാൻ നട്ടിട്ട് കേട്ടോ. പെട്ടെന്ന് വളരും. അപ്പോൾ നമുക്ക് ഏത് സ്ഥലത്തും ഇത് കൃഷി ചെയ്യാം കേട്ടോ. അങ്ങനെ ഇത് വെച്ചാൽ പാറ പ്രദേശമാണ്. അപ്പോൾ പാറയെപ്പോലെ ഇവൻ വളരുമെങ്കിൽ നല്ല തരിതരിയായ മണ്ണുള്ള ഇടങ്ങളിൽ ഇവൻ എങ്ങനെയായിരിക്കും അല്ലേ?